ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു തലയിലേക്ക് ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഉടമ്പടി തൈലത്തിൻ്റെ കാര്യം ഓർത്തത്. ഞങ്ങൾ മോൻ കിടന്നുറങ്ങിയപ്പോൾ ഉടമ്പടി തൈലം തൊട്ട് മുറിവുള്ള ഭാഗത്ത് പുരട്ടി 3 ദിവസം അടുപ്പിച്ച് പ്രാർത്ഥിച്ചു. ഇവിടുത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണം എല്ലാം ചൊല്ലിയാണ് പ്രാർത്ഥിച്ചത്. 4ാമത്തെ ദിവസം നോക്കിയപ്പോഴേക്കും ആ മുറിവ് പൂർണ്ണമായിട്ടും കരിഞ്ഞു. പിന്നെ ഞങ്ങൾ ഇവിടെ അച്ഛനെ കൊണ്ട് പ്രാർത്ഥിക്കാൻ മോനെ കൊണ്ടുവന്നിരുന്നു. അപ്പം അച്ഛൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം മോന് കീമോ ചെയ്യുമ്പോഴുള്ള ഛർദിലോ അങ്ങനെയുള്ള യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പിന്നെ മോന് പെട്ടെന്ന് എല്ലാം റിക്കവർ ആവാൻ തുടങ്ങി. ഞങ്ങൾ 9 മാസത്തിന് ശേഷം പത്തനാപുരത്തുള്ള വീട്ടിലേക്ക് വരികയും മാസത്തിലുള്ള ചെക്കപ്പിന് പോകുമായിരുന്നു. അപ്പോൾ കീമോയും ഉണ്ടായിരുന്നു. ഇടയ്ക്ക് 2024 നവംബർ മാസം 2024 നവംബർ മാസം മോന് വീണ്ടും പനിയായിട്ട് അഡ്മിറ്റാക്കി RCCയിൽ. അവിടെ നിന്നും ഡിസ്ചാർജ് ചെയ്യാൻ നേരം ഡോക്ടർ പറഞ്ഞു, 2-3 ഡോക്ടേഴ്സ് പറഞ്ഞു, മോന് ഇനി 2 കീമോ കൂടിയുണ്ട്. അതായത് ഡിസംബറിൽ 1 പിന്നെ ജനുവരിയിൽ 1, അങ്ങനെ 2 കീമോ കൂടി ഉണ്ടെന്ന് പറഞ്ഞു. വീണ്ടും ഡിസംബർ 15-ാം തീയതി ഹോസ്പിറ്റലിൽ വരാൻ പറഞ്ഞു. ഞങ്ങൾ ഡിസ്ചാർജായി വീട്ടിൽ ചെന്നു. മോന് ഡിസംബർ 13-ാം തീയതി മോന് ഉച്ച സമയത്താണ് TV കണ്ടുകൊണ്ട് കിടക്കുകയായിരുന്നു ഹാളിൽ. എപ്പോഴും ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എന്തോന്ന് തോന്നിയിട്ട് പെട്ടെന്ന് തിരിഞ്ഞപ്പോൾ ഞങ്ങളുടെ ബെഡ്റൂമിൽ മാതാവിൻ്റെ രൂപം വെച്ചിട്ടുണ്ട്. അവിടുന്ന് ഇവിടെ ഇരിക്കുന്ന അതേ മാതാവ് തന്നെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോകുന്നതായിട്ട് കണ്ടു. ശരിക്കും 1 സെക്കൻഡ് നേരം കണ്ടു. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു, മാതാവ് കുഞ്ഞിനെ സുഖപ്പെടുത്താൻ വന്നതാണെന്ന് പറഞ്ഞു. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ ചെന്ന് ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു, ഇനി മോന് മരുന്നുകളൊക്കെ സ്റ്റോപ്പ് ചെയ്യാം. ഞാൻ പറഞ്ഞു, 2 കീമോ കൂടി ഇല്ലേ? അപ്പോൾ ഡോക്ടർ പറഞ്ഞു, 2 കീമോ ചെയ്യണ്ട, ഇനി മരുന്നുകളും കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ കാണുന്നു.